മാത്രമല്ല ഇന്നലെ പങ്കജ് ഭണ്ഡാരി കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ബന്ധങ്ങൾ, സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ള കമ്പനിയുമായി എന്താണ് കരാർ ഉണ്ടാക്കിയിരുന്നത്, മറ്റ് സ്വർണം പൂശാൻ എത്തിച്ച പല കമ്പനികളിലും എന്തൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്, അവിടെ നടത്തിയ ക്രമക്കേടുകൾ എന്തൊക്കെയാണ്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കാനുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇത് സമാന്തരമായ ഒരു അന്വേഷണം നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും ആര്യ, അങ്ങനെ ഒരു അന്വേഷണം തുടക്കം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഭൂമി ഇടപാടുകൾ കൂടാതെ തന്നെ ഈ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ കൂടി നടന്നിരുന്നു. അതായത് 2017 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ശബരിമലയിൽ നടത്തിയ സ്പോൺസർഷിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമായിരുന്നു അത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബിനാമികളായിട്ടുള്ള സ്പോൺസർമാർ വരെ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില ഭൂമി ഇടപാടുകൾ, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ചും SIT അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 3 വർഷത്തിനിടെ 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും പിന്നീട് നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഭൂമി ഇടപാടുകൾ കേന്ദ്രീകരിച്ച് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിലായി നടന്ന സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും മനസ്സിലാകുന്നത്. മാത്രമല്ല ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തുന്ന ആൾ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടി നേരത്തെ നടത്തിയിരുന്നു. ആ പണപ്പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൂടി ചോദിച്ചറിയും. കാരണം ഇത്രയധികം പണപ്പിരിവും അല്ലെങ്കിൽ ഇത്രയധികം സ്പോൺസർഷിപ്പും നടത്തുന്ന ഒരാളുടെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് റിട്ടേൺസിന്റെ ആ വിവരങ്ങളെല്ലാം കൂടി പരിശോധിച്ചപ്പോൾ ആകെ കൂടി എത്തിയ കാര്യപ്പെട്ട തുക എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ മാത്രമാണ്. അതും കാമാക്ഷി എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്നിട്ടുള്ള തുകയാണ്. പക്ഷേ ആ അക്കൗണ്ടിലല്ല പണം വാങ്ങുന്നത്. അതായത് ഇത്തരത്തിൽ പണപ്പിരിവുകൾ നടത്തുന്ന പണം, അതുപോലെ തട്ടിപ്പിലൂടെ എത്തുന്ന പണം, ഇതൊന്നും ഈ ഹാജരാക്കിയ രേഖകളിലുള്ള അല്ലെങ്കിൽ ഹാജരാക്കിയ അക്കൗണ്ട് വിവരങ്ങളിലല്ല ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പണത്തിന്റെ സ്രോതസ്, ഒപ്പം തന്നെ പണം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണത്തെക്കുറിച്ചാണ്. ആ സ്വർണം പങ്കജ് ഭണ്ഡാരി ആവർത്തിച്ച് മൊഴി നൽകുന്നത് ബാക്കിയുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എവിടെയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന മൊഴി പോലും 420 ഗ്രാം സ്വർണം, ബാക്കി വന്ന 420 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. 320 ഗ്രാം താൻ എടുത്തു, പണിക്കൂലിയായി എടുത്തു. ബാക്കിയുള്ളവയാണ് ഈ പാളികളിൽ പൂശിയത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ബാക്കി വന്ന സ്വർണം എവിടെയാണ്? ഒപ്പം തന്നെ നേരത്തെ അതിനു മുൻപ് ഈ കട്ടിളപ്പാളികളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. വിജയ് മല്യ സ്വർണം പൂശാൻ കരാർ ഏൽപ്പിച്ച ജ്വല്ലറിയിൽ കൂടി കഴിഞ്ഞ ദിവസം അന്വേഷണം നീണ്ടിരുന്നല്ലോ. അതിലെന്തൊക്കെ കാര്യങ്ങളാണ് SITക്ക് കൃത്യമായ രേഖകൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? SITക്ക് തീർച്ചയായും ആര്യ, അതിൽ SITക്ക് കൃത്യമായ വിവരങ്ങൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇത് 1998-99 കാലയളവിൽ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിന്റെ രേഖകൾ ഇപ്പോഴും ചെന്നൈയിലെ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്നത്. അതിന്റെ രേഖകൾ അവർക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അതായത് വിജയ് മല്യ കരാർ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കരാർ നൽകിയിട്ടുള്ള ആ ജ്വല്ലറിയുടെ അന്നത്തെ ഓണറായിട്ടുള്ള നാഗരാജൻ എന്ന് ജീവിച്ചിരിപ്പില്ല. നാഗരാജൻ മകൻ ജഗന്നാഥിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജഗന്നാഥാണ് ഈ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുള്ളത്. ആ രേഖകൾ പ്രകാരം അതിൽ കൃത്യമായി സ്വർണം പൂശിയതായിട്ടുള്ള വിവരങ്ങൾ രേഖകളിലുണ്ട്. മാത്രമല്ല എത്ര കിലോ സ്വർണ്ണമാണ് അതിലുള്ളത്, എത്ര കിലോ ചെമ്പാണ് അതിലുള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ ആ രേഖകൾക്കകത്തുണ്ട്. അപ്പോൾ വിജയ് മല്യ പൂശിയ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇവിടെ യാതൊരു സംശയവും ഉദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള പ്രധാന നിഗമനം. പക്ഷേ അതിനുശേഷം 2019 ഈ പറയുന്ന കൃത്രിമം അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ച നടന്നിട്ടുള്ളത്. ആ സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പോയത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന് പുറത്ത് ലഭിക്കാവുന്ന എല്ലാ വിവരങ്ങളും, പരിശോധനയിൽ ലഭിക്കാവുന്ന എല്ലാ വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ആകെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നുള്ള രേഖകൾ, ആ രേഖകൾ സ്വർണം കൈപ്പറ്റിയതിന്റെ രേഖകൾ മാത്രമാണ് കിട്ടാതിരുന്നത്. അത് സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ പങ്കജ് ഭണ്ഡാരി അടക്കം കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ തെളിവുകളും ബാക്കി എല്ലാ മൊഴികളും ഈ
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ ഇതിൽ നടന്ന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അത്ഭുതങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ നീക്കമായി കാണുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്നത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ബാക്കി പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുക. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയണം ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടൽ എന്താണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിന്തുണയും ഗൂഢാലോചനയും എന്താണെന്നുള്ളത്. ആ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിൽ മുരാരി ബാബു വരും, ഡി സുധീഷ് കുമാർ വരും, KS ബൈജു വരും. ഇത്തരത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറും അസിസ്റ്റന്റ് എഞ്ചിനീയറും ദേവസ്വം കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ഒക്കെ ആയ വ്യക്തികൾ ആ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ രണ്ടാമത്തെ FIR-ൽ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള കൽപേഷ്, ആ കൽപേഷിനെ കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൈമാറേണ്ടത്. ആ വിവരങ്ങൾ കൈമാറുന്നതോടുകൂടി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരമായി അത് മാറാനുള്ള